പക്ഷിപ്പനിക്ക് പിന്നാലെയാണ് H1N1ന്റെ വ്യാപനം. ഏപ്രിൽ മെയ് മാസങ്ങളിൽ 9 പേർക്ക് വീതം രോഗം പിടിപെട്ടു. തുടർച്ചയായ തുമ്മൽ, പനി, തൊണ്ടവേദന, മൂക്കൊലിപ്പ്, ചുമ, ശ്വാസതടസ്സം, ഛർദി എന്നിവയാണ് H1N1ന്റെ ലക്ഷണങ്ങൾ. പ്രമേഹം, രക്തസമ്മർദ്ദം, ശ്വാസകോശ വൃക്കരോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് ചികിത്സ തേടുന്നവരും ഗർഭിണികളും സൂക്ഷിക്കണം. H1N1 എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഗർഭിണികളിൽ വന്നു കഴിഞ്ഞാൽ അത് വളരെയേറെ മാരകമാകാറുണ്ട്. ന്യൂമോണിയ ഉൾപ്പെടെയുള്ള സങ്കീർണതകൾ ഉണ്ടാകാറുണ്ട്. അപൂർവമായിട്ട് മരണകാരണം പോലും ആകാറുണ്ട്. അപ്പോൾ ഗർഭിണികളിൽ ഇങ്ങനെയുള്ള പനി വരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കിടത്തി ചികിത്സ നിർദ്ദേശിക്കാറുണ്ട്. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും പക്ഷികളുമായി അടുത്തിടപഴകുന്നവരും പനിയുടെ ലക്ഷണമുണ്ടെങ്കിൽ ചികിത്സ തേടണം. എന്നാൽ H1N1ന് പക്ഷിപ്പനിയുമായി ബന്ധമില്ലെന്ന് ആരോഗ്യ വിദഗ്ധർ. കാലാവസ്ഥയിലുള്ളൊരു മാറ്റം പൊതുവെ ഇൻഫ്ലുവൻസ പനിക്ക് ഒരു അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കും. പക്ഷേ പനിയായിട്ട് നേരിട്ട് ഇതിന് ബന്ധമില്ല. ആ വൈറസ് അല്ല ഇത്. ഇൻഫ്ലുവൻസ വൈറസിൽ തന്നെ പല ഉപവകഭേദങ്ങളുണ്ടല്ലോ, അതിലൊരു വകഭേദമാണ്. കാലവർഷം ആരംഭിക്കാനിരിക്കെ ആരോഗ്യവകുപ്പ് കനത്ത ജാഗ്രതയിലാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.